എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കറിയാം, ചില വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അപ്പം തന്നെ ഇറങ്ങി ഓടാൻ തോന്നും അല്ലേ? നമ്മളുടെ വീട്ടിൽ തന്നെ ചില സമയത്ത് എന്തോ ഒരു പ്രശ്നം ഉള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ചില റൂമിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മൈൻഡ് ഡൗൺ ആവുന്നു. ചില വീടിൻ്റെ ചില പരിസരങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇതാകുന്നു ഇല്ലേ, തോന്നാറില്ലേ? ചില വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും. ആ വീട്ടിൽ തന്നെ ഇരിക്കാൻ തോന്നും. ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് വരിക ഇല്ലേ? ക്ഷേത്രത്തിൽ നമുക്ക് പോകുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയാണ്. ചില വീടും ക്ഷേത്രം പോലെ തന്നെയാണ്. എങ്ങനെയാണ് ഈ പോസിറ്റിവിറ്റി വരിക? എങ്ങനെയാണ് ഈ നെഗറ്റിവിറ്റി വരിക? ഇതിന് രണ്ടിൻ്റെയും പരിഹാരം മീൻസ് പോസിറ്റിവിറ്റി എങ്ങനെ വരുത്താമെന്നും, നമ്മളുടെ വീട്ടിലെ നമ്മൾ പോലും അറിയാതെ കയറിക്കൂടിയിരിക്കുന്ന നെഗറ്റിവിറ്റി, അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റിവിറ്റി എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള വളരെ ചെറിയൊരു വീഡിയോ ആണിത്. ഇത് പൂർണ്ണമായും നിങ്ങളിത് കാണുക. ആദ്യമായിട്ട് നമ്മളുടെ വീടിന് നെഗറ്റിവിറ്റി മാറ്റാനായിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വീടിൻ്റെ ജനലും കതവും ഒക്കെ എല്ലാ ദിവസവും ഒന്ന് തുറന്നിടുക. മിക്ക വീടുകളിലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മകൻ ഒരിടത്ത് റൂം അടച്ചിരിക്കുകയായിരിക്കും, അച്ഛനും അമ്മയും വേറൊരിടത്ത് റൂം അടച്ചിരിക്കുകയായിരിക്കും. ആ റൂമിൻ്റെ ജനലുകളൊക്കെ തുറന്നിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. AC ഇട്ടിട്ടിട്ട് ജനലൊന്നും തുറക്കത്തില്ല ഇല്ലേ? അങ്ങനെയുള്ള വീടുകൾ ഒരുപാടുണ്ട്. കതക് തുറക്കത്തില്ല, ആവശ്യത്തിന് മാത്രം കതക് തുറക്കും. ഈ അടഞ്ഞു കിടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും അതേപോലെ അടയും. ആ നെഗറ്റിവിറ്റിയാണ്, നെഗറ്റീവ് പ്രാണയാണ് അവിടെയുള്ളത്. അപ്പോൾ അവിടെ എങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാവും? അവിടെ എങ്ങനെ നമുക്കൊരു ചിന്ത നമുക്ക് പോസിറ്റീവായിട്ട് വരും? ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം, നെഗറ്റിവിറ്റീനെ അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കല്ലുപ്പ്, സീ സോൾട്ട്. ഞാൻ ഈ കല്ലുപ്പ് എന്ന് പറയുമ്പോൾ റോക്ക് സോൾട്ടായിട്ട് ഞാൻ ഈ പറയുന്ന റോക്ക് സോൾട്ട് അല്ല, സീ സോൾട്ടാണ്. ഈ സീ സോൾട്ട് നിങ്ങൾ വാങ്ങിയിട്ട് നമ്മളുടെ വീട്ടിൽ വിരുന്നുകാർ വരുന്ന എവിടെ? ഹോളിലാണ് അല്ലേ? ഈ ഹോളിൽ ഈ സീ സോൾട്ട് കുറച്ച് ബൗൾസിലാക്കി വെക്കുക. അതിപ്പോൾ പ്ലാസ്റ്റിക് ബൗളായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഈ ബൗൾസിലായിട്ട് വെക്കുക. നമുക്ക് എല്ലാ ദിവസവും ഇത് മാറ്റിക്കൊണ്ടിരിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല ഇല്ലേ? ആഴ്ചയിൽ ഒരു ദിവസം അതങ്ങ് മാറ്റാം. ആഴ്ചയിൽ ഒരു ദിവസം, അതായത് ഹോളിൽ നിർബന്ധമായിട്ട് വെക്കുക. ആരും കാണാത്തൊരിടത്ത് മൂലയ്ക്ക് വെക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ബെഡ്റൂമിൽ അത്യാവശ്യമായിട്ടും ബാത്റൂമിൽ അത്യാവശ്യമായിട്ടും വെക്കുക. കാരണം ബെഡ്റൂമിലാണ് നമ്മൾ സ്നേഹിക്കുന്നതും കലഹിക്കുന്നതും കരയുന്നതും വഴക്കിടുന്നതും എല്ലാം അല്ലേ? അപ്പോൾ ബെഡ്റൂമിൽ അത്യാവശ്യമായിട്ട് വെക്കുക. അവിടെ നെഗറ്റീവ് തോട്ട്സ്, നമ്മളുടെ തന്നെ തോട്ട്സാണ്, നമ്മളുടെ തന്നെ ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന നെഗറ്റിവിറ്റി, മറ്റുള്ളവരുടെ ചിന്തകൾ ഉണ്ടാകുന്ന നെഗറ്റിവിറ്റി, സച്ചിന്തകൾ ഉള്ളിടത്ത് നമുക്കും മറ്റുള്ളവർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് തോന്നുന്നത്. കാരണം ആ സച്ചിന്ത, അവരിൽ നിന്ന് പ്രസരിക്കുന്ന ആ ഫ്രേഗ്രൻസ് ആണത്. രണ്ടാമത്തത്, ഇതൊക്കെ വളരെ ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾ തറ തുടയ്ക്കുന്നവരാണ് വീടിന് അല്ലേ? തറ തുടയ്ക്കുമ്പോൾ കുറച്ച് കല്ലുപ്പ് ഈ തറ തുടയ്ക്കുന്ന ആ ഒരു ബക്കറ്റ് വെള്ളത്തിനകത്ത് നിങ്ങൾ ഇടുക. ഈ കല്ലുപ്പും കൂടെ വെച്ചിട്ട് തറ തുടയ്ക്കുക. കല്ലുപ്പ് മാത്രം വെച്ചിട്ട് തറ തുടച്ചാലും വളരെ നല്ലതാണ്. ചെറിയൊരു സ്റ്റിക്കി ഫീലിംഗ് ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ അത് തുടച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മറ്റേത് വെച്ച് തുറക്കാം. അതിനേക്കാളും നല്ലത് നിങ്ങൾ അതിനകത്ത് മിക്സ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ചെയ്യാം. അതേപോലെ തന്നെ വളരെ വാക്യൂം ക്ലീനർ പോലെ നെഗറ്റിവിറ്റീനെ മാറ്റുന്ന ഒരു കാര്യമാണ് നാരങ്ങയുടെ പുറത്ത് സീ സോൾട്ട്. അത് വല്ലപ്പോഴും ഒക്കെ ഒരു 6 മാസം കൂടുമ്പോഴോ ഒരു 3 മാസം കൂടുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് വീട്ടിൽ വെക്കാം. വീട്ടിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട്, ഞാൻ ഈ പറഞ്ഞ ഹോളിലും അതേപോലെ തന്നെ ബെഡ്റൂമിലും എല്ലാം വെക്കാം. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ കുന്തിരിക്കമോ സാമ്പ്രാണിയോ ഒറിജിനൽ നിങ്ങൾ പുകയ്ക്കാൻ എന്തെങ്കിലും സ്മോക്ക് അലർജി ഉള്ളവർ ഒറിജിനൽ എസെൻഷ്യൽ ഓയിൽ വാങ്ങുക. ഒറിജിനൽ, ഫേക്ക് അല്ല. കാരണം കൂടുതൽ കിട്ടുന്നതും ഫേക്കാണ്. ഒറിജിനൽ എസെൻഷ്യൽ ഓയിൽ വാങ്ങിയിട്ട്, ഡിഫ്യൂസർ ഓയിലല്ലേ, അത് വാങ്ങിയിട്ട് നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ ഈ ഫ്രാങ്കിൻസെൻസ് അല്ലെങ്കിൽ കുന്തിരിക്കം എന്ന് പറയുന്നത് എല്ലാ മതത്തിലും, ഹിന്ദു മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, സിറിയൻ കത്തോലിക്കരാകട്ടെ, ആരോ ആയിക്കോട്ടെ, എല്ലാവരും ഒരേപോലെ ഉപയോഗിക്കുന്നതാണ്. കണ്ടിട്ടില്ലേ? നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ കാണാൻ പറ്റും, അമ്പലത്തിൽ പോകുമ്പോഴും കാണാൻ പറ്റും. അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം വല്ലപ്പോഴും ഒരു
മാസത്തിലൊരിക്കലും കാണും ചെയ്താൽ മതി. കാരണം എല്ലാ ദിവസവും പോയി പുകച്ചിരിക്കാൻ ഹെൽത്തിന് നല്ലതല്ല ഡെഫിനറ്റ്ലി. കാരണം സ്മോക്ക് നമുക്ക് ചെസ്റ്റ് കണ്ടീഷനൊക്കെ ഉണ്ടാക്കാം. അതുകൊണ്ട് ഒരു മാസത്തിലൊരിക്കലെങ്ങാനും ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ചില കൺട്രീസിൽ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്മോക്ക് അലാമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പൂർണ്ണമായിട്ടും പോസിറ്റിവിറ്റി ഉണ്ടാവും. അതേപോലെ വിൻഡ് ചൈം ഇല്ലേ, വിൻഡ് ചൈമിൻ്റെ സൗണ്ട് മൈൻഡിനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു കാറ്റടിക്കുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുവെക്കുക. അല്ലാതെ നിങ്ങൾ സ്ഥാനമൊന്നും നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ലതിന്. നല്ല കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് സ്ഥാനം നോക്കണം എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നല്ല കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇത് കൊണ്ടുപോയി വെക്കുക. ഇതിൻ്റെ ഈ സൗണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ വളരെ മൈൻഡ് ഭയങ്കരമായിട്ട് കാമാവുന്നൊരു കാര്യമാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്യുക. അതേപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളുടെ കോട്ട്സ് വീട്ടിൽ വെക്കുന്നത് നല്ലതാണ്. വളരെ എലിവേറ്റിംഗ്. ദിസ് ടു ഷെൽ പാസ്. എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇതും കടന്നു പോകും. നമ്മൾ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഇതും കടന്നു പോകും എന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താണ് ഫീലിംഗ് ഉണ്ടാവുന്നത്? വളരെ ഹാപ്പിനെസ് ഉണ്ടാവും അല്ലേ? ആ ഹാപ്പിനെസ്, കാരണം ആ വാക്കിന് പവറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ തന്നെ വീട് വൃത്തിയാക്കുന്ന കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോയുടെ സമയം ഞാൻ കൂട്ടുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് പവർഫുള്ളായിട്ടുള്ള ഒരു ഓറ, കാരണം എല്ലാ വസ്തുക്കൾക്കും ഓറ ഉണ്ട്, അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. ഈ ആഴ്ച തന്നെ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ക്ലാസ് ഉണ്ട്. നിങ്ങളതിൽ പങ്കെടുക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.